ഒരു മാമോദീസയുടെ ചുരിദാറാണ് തയ്ക്കുന്നത്. മാമോദീസ ഫംഗ്ഷന് വേണ്ടി ഒരു ചുരിദാറാണ് തയ്ക്കുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ കൈ ഇച്ചിരി ഫാഷന് തയ്ക്കാം. അപ്പോൾ ഈ നമ്മൾ വെട്ടിക്കഴിഞ്ഞ കൈയുടെ നടുക്ക് നമ്മളൊരു 3.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട് നടുക്ക്. അപ്പോൾ ആ 3.5 ഇഞ്ച് ഇവിടെയാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ആ 3.5 ഇഞ്ച് വരെ നമുക്ക് കട്ട് ചെയ്തിടാം. അതിനുശേഷം നമുക്ക് ലൈനിങ് വെച്ച് അടിച്ചു മറിച്ചെടുക്കാം. തെർമോക്കോളും കൊണ്ട് നമ്മൾ മുത്താക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എന്തായാലും പിടിപ്പിച്ചു കൊടുക്കാം. നമ്മളിവിടെ നമ്മൾ കട്ട് ചെയ്തതിൻ്റെ ഇപ്പുറവശത്തോട്ട് നമ്മളൊരു 3/4 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട്, അതായത് ഇവിടെ 1/2 ഇഞ്ച് നമ്മൾ തയ്യൽത്തുമ്പിന് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഒരു 3/4 ഇഞ്ച് നമ്മൾ ഇപ്പുറത്തോട്ട് അടയാളപ്പെടുത്തി അവിടെ നമുക്ക് മുത്ത് വെക്കാനാണ്. ഇനി ഇപ്പുറവശത്തോട്ട് നമുക്ക് അടയാളപ്പെടുത്താം. ഇനി നമുക്കിത് മുത്ത് വെച്ച് കൊടുക്കാം. റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം. നമ്മൾ തയ്യൽത്തുമ്പ് കണക്കാക്കി നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. ഇപ്പുറവശത്തോട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ 2 സൈഡിലും മുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ് വെച്ച് അടിച്ചു മറിച്ചെടുക്കാം. നമ്മൾ ഈ ഓപ്പൺ അടിക്കുന്നില്ല, നമ്മൾ ഈ നേരെ ഇങ്ങനെ അടിക്കുന്നേ ഉള്ളൂ. ഓപ്പൺ നമ്മൾ വേറൊരു ഫാഷനിലാണ് അടിക്കുന്നത്. ചുരിദാറിൻ്റെ പീസ് കാണുന്ന പോലെ നമ്മൾ തിരിച്ചിട്ട് എന്നാലും നമുക്ക് നമ്മൾ അടിച്ച ആ സ്പേസ് കാണത്തുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചെടുക്കാം. ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. കണ്ടോ, നല്ല ഭംഗിയായിട്ട് നമുക്ക് ആ മുത്ത് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഓപ്പൺ ആണുള്ളത്, അത് നമുക്ക് വേറെ സെപ്പറേറ്റ് തുണി വെച്ചിട്ട് നമ്മൾ നല്ല ഭംഗിയായിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പം തുമ്പെല്ലാം ഒളിപ്പിച്ചാണ് നമ്മൾ കറക്റ്റായിട്ട് അടിച്ചിട്ടുള്ളത്. ഇവിടെ തുമ്പില്ല, നമ്മൾ മുത്ത് വെച്ചതിൻ്റെ തുമ്പൊന്നും പുറത്ത് കാണത്തില്ല. അത് ലൈനിങ്ങിൻ്റെ ഉള്ളിലാക്കി ഇവിടെ നല്ല ഭംഗിയായിട്ട് അടിച്ചെടുത്തു. ഇനി നമുക്ക് ഈ ഓപ്പണാണ് അടിക്കേണ്ടത്. ഓപ്പൺ എങ്ങനെ അടിക്കുന്നത് വെച്ചാൽ, നമുക്കൊരു കഷ്ണം ഇതേപോലത്തെ തുണി എടുക്കണം. എന്നിട്ട് കാണിച്ചു തരാം. നമ്മൾ 4 ഇഞ്ച് വീതിയും 9 ഇഞ്ച് നീളമുള്ള ഒരു പീസ് എടുക്കുകയാണ്. 2 പീസ്, 2 കൈക്കുള്ള 2 പീസ് എടുക്കണം. നമ്മൾ 2 പീസ് എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ കൈ അടിച്ചു മറിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ആദ്യം നമ്മൾ ഈ തെർമോക്കോൾ വെച്ച് ആ സ്ഥലം നമ്മൾ പതിച്ചടിക്കുന്നു. ഇനി അതിനുശേഷം നമ്മൾ മുറിച്ചെടുത്ത പീസ് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം. ഇതിൻ്റെ മുകളിലോട്ട് വെക്കുക. ഇവിടെ നമുക്ക് മടക്കാനുള്ള തയ്യൽത്തുമ്പ് ഇട്ടിരിക്കണം അറ്റത്ത്. ഇങ്ങനെ വരും. ഇത്രയും തുമ്പ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരിക്കണം. അതിനുശേഷം ഇതിങ്ങനെ അടിക്കാം. നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. ഇനി നമുക്കിത് തിരിച്ചെടുക്കാം. ഈ വശത്തേക്ക് നമ്മൾ തിരിച്ചെടുക്കുകയാണ്. ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിൻ്റെ അറ്റം, ഇതിൻ്റെ ഒപ്പം നമ്മൾ മടക്കി അടിക്കണം, കറക്റ്റ് ആകാൻ വേണ്ടി. അപ്പോൾ നമ്മളത് അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്കിങ്ങനെ പതിച്ചടിക്കാം.
നമ്മൾ നല്ല ഭംഗിയായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. നല്ല ഇനി നമ്മൾ ഇതുപോലൊരു ക്രോസ് പീസ് മുറിച്ചെടുക്കുക. അതിന് ശേഷം ഇത് തുඹൊളിപ്പിച്ചടിക്കുക. വീതി കുറച്ചടിക്കണം. ഇനി നമുക്കിതൊന്ന് തിരിച്ചെടുക്കാം. അതിനായിട്ട് നമുക്ക് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിക്കാം. പൈപ്പിംഗ് നൂലുണ്ടെങ്കിലും ഇതിങ്ങനെ വെച്ച് കൊടുത്തിട്ട് അടിച്ചാൽ വലിച്ചാൽ നമുക്ക് വരും. അപ്പം നമ്മൾ സ്ക്രൂ ഡ്രൈവർ കൊണ്ടാണ് വേഗം ചെയ്യുന്നത്. നമ്മളിങ്ങനെ വലിച്ചെടുക്കുകയാണ്. നമ്മൾ പിന്നെ ഇതിൻ്റെ അറ്റത്ത് നമുക്കൊരു ബോ പിടിപ്പിക്കാം. അത് ഇങ്ങനെ ഊരി പോകുന്ന തുണിയായാലും നമ്മൾ രണ്ടാക്കി മടക്കി എന്നിട്ട് ഇവിടെ വെച്ച് കൊടുക്കും. നമുക്ക് അധികം വലിപ്പം വേണ്ട, ചെറുതും മതി. ഇതാ ഇങ്ങനെ നമുക്ക് അടുത്ത കൊണ്ട് അടിക്കാം. അപ്പോൾ നമ്മളത് അടിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ നീളം അഡ്ജസ്റ്റ് ആക്കി നമ്മൾ കറക്റ്റ് ചെയ്തു. അതിന് ശേഷം നമുക്ക് ഇത് മടക്കി അടിക്കണം. ഇത് നീളം അഡ്ജസ്റ്റ് ആക്കി കറക്റ്റാക്കി അതിന് ശേഷം നമുക്കിത് ഇങ്ങനെ മടക്കി അടിച്ചു കൊടുക്കാം. ഒരേ വീതിക്ക് നമ്മൾ മോള് വരെ അടിക്കും, ഇവിടം വരെ. ഇതൊപ്പം വെച്ചിട്ട് നമുക്കിത് മടക്കി കൊടുക്കാം. ഇത് നമുക്ക് മുറിച്ചിട്ട് ഉള്ളിലാക്കാം. ഇത് നമ്മൾ ഭംഗിയായിട്ട് അടിച്ചെടുക്കും. നമ്മളിങ്ങനെ അടിച്ചെടുത്തു. ഈ അറ്റം വേണേൽ നമുക്കൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം, അകന്ന് വയ്ക്കാതിരിക്കാൻ. വള്ളിയെ കൊള്ളാതെ അടിക്കണം. അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കിങ്ങനെ വലിക്കാനും പറ്റും, ഇതുണ്ട് ചുരുക്കാൻ പറ്റും കൈ. ഇങ്ങനെ വരും. കൈക്ക് നീളം കുറയ്ക്കണമെങ്കിൽ ഇങ്ങനെ നമുക്ക് ചുരുക്കി വെക്കാം. ഇല്ല നമുക്ക് ചുരുക്കുന്ന ഇഷ്ടമില്ലെങ്കിൽ ഇങ്ങനെ കെട്ടി അവിടെ ഇട്ടാൽ മതി. ഇപ്പം നമ്മൾ കൈ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. രണ്ട് കൈ നമ്മൾ തയ്ച്ച് വെച്ചിട്ടുണ്ട്. ചുരിദാറിൻ്റെ പുറകുവശം തയ്ച്ച് പുറകിലത്തെ പീസ് തയ്ച്ച് കഴുത്തൊക്കെ നല്ല വൈഡായിട്ട് തയ്ച്ചേക്കുന്നത്. വൈഡായിട്ട് തയ്ച്ച് നമ്മൾ വള്ളിയൊക്കെ കൊടുത്തിട്ടുണ്ട്. മുട്ടൊക്കെ കൊടുത്ത് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്രണ്ട് കഴുത്ത് തയ്ക്കാം. നമ്മൾ കഴുത്തേൽ മുത്ത് വെക്കാൻ പോവാണ്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഇതൊന്ന് അടയാളപ്പെടുത്താം. ഇല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് വൃത്തിയാണല്ലോ, കാണുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ 1 ഇഞ്ച് മാറ്റിയിട്ട് നമ്മൾ അടയാളപ്പെടുത്തി വെക്കുക. ഓരോ ഇഞ്ച് അകലത്തിൽ. നമുക്ക് അകല വ്യത്യാസം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ മൊത്തം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ തെർമോക്കോൾ വെച്ച് മൊത്തം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് വെച്ച് കൊടുക്കാം. ഇങ്ങനെ അടിച്ചിട്ട് കാണിക്കാം. അപ്പോൾ നമ്മൾ കഴുത്തിന് ചുറ്റും അകലം കറക്റ്റാക്കി തയ്ച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ്ങിലേക്ക് അടിക്കാം.
നമ്മൾ കഴുത്ത് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് മറിച്ച് നോക്കാം. നല്ല ഭംഗിയായിട്ട് നമുക്ക് അടിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പുറത്തോടെ പതിച്ചടിക്കാം. അങ്ങനെ നമ്മൾ നല്ല ഭംഗിയായിട്ട് കഴുത്ത് തയ്ച്ചെടുത്തിട്ടുണ്ട്. കഴുത്തുമ്പൊന്നും പുറത്ത് കാണത്തില്ലാത്ത രീതിയിലാണ് നമ്മൾ തയ്ച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് ചുരിദാർ ഫുൾ അടിച്ചിട്ട് കാണിക്കാം. ബാക്കി എല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. ചുരിദാർ തയ്ക്കാനെല്ലാം വീഡിയോ ഒത്തിരി ലെങ്ത് ആയി പോകും. അതുകൊണ്ടാണ് ഫുള്ള് കാണിക്കാത്തത്. മെയിൻ ഭാഗം കാണിച്ചിട്ട് ഇനി ഞാൻ ലാസ്റ്റ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണിക്കാം. നമ്മൾ ഷോൾഡറൊക്കെ കൂട്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യും സൈഡും അടിച്ചിട്ട് കാണിക്കാം. അങ്ങനെ നമ്മുടെ മാമോദിസ ഫംഗ്ഷൻ്റെ ചുരിദാർ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൈക്കും കഴുത്തിനും എല്ലാം തെർമോക്കോളിൻ്റെ മുത്ത് കൊടുത്തിട്ടാണ് നമ്മൾ കറക്റ്റ് ചെയ്തിട്ടുള്ളത്. നല്ല വൈഡ് കഴുത്താണ്. നമ്മൾ വൈഡ് കഴുത്തായതുകൊണ്ട് തന്നെ നമ്മൾ പുറകിൽ വള്ളി കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ സിഗരറ്റ് പാൻറ് തയ്ച്ചിട്ടുണ്ട്. അതിനും നമ്മൾ തെർമോക്കോൾ വെച്ച് മുത്ത് വെച്ചിട്ടുണ്ട്. ഇലാസ്റ്റിക്കാണ് കൊടുത്തിട്ടുള്ളത്. ഈ ചുരിദാറിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ്ങുമായ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വേഗം വരും. താങ്ക്